ഈ വിദ്യാർത്ഥിയെ ഇങ്ങനെ മർദ്ദിക്കുന്നതും ഷർട്ട് വലിച്ചു കീറുന്നതും ഒക്കെ ആരാണ്? ആലോചിച്ച് നോക്കൂ, വിദ്യാർത്ഥികളാണ്. ഈ വിഷയത്തിൽ 7 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. സീനിയർ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിങ്ങനെയാണ് ഇവരെയൊക്കെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റാഗിംഗ് നടത്തിയതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നുമുള്ള തീരുമാനമുണ്ട്. സുനിഷ അയ്യല്ലൂർ നൽകും ഈ കേസിന്റെ വിവരങ്ങൾ. സുനിഷ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മൾ സിദ്ധാർത്ഥനിൽ നിന്നാണ് തുടങ്ങിയത്. പക്ഷേ ഇതിപ്പോൾ ഈ പറയുന്ന ഇന്നലെ സംഭവിച്ചിട്ടുള്ള പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഈ കേസിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് സുനിഷ? നടപടികൾ എങ്ങനെയാണ്? റോഷ്നി പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങുകയാണ് എന്നുള്ളതാണ്. അതായത് സിദ്ധാർത്ഥ് മരിച്ച് ഇന്നേക്ക് 1 വർഷമാകുമ്പോഴാണ് നമ്മൾ വീണ്ടും മറ്റൊരു റാഗിംഗ് വിവരം തിരുവനന്തപുരം കാര്യവട്ടം കോളേജിൽ നിന്നും കേൾക്കുന്നത് എന്നതാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. അപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ പരാതി നൽകുകയും ചെയ്തിരുന്നു. 7 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെയാണ് പരാതി നൽകിയിരുന്നത്. പിന്നാലെ തന്നെ ഈ ഇന്റേണൽ കമ്മിറ്റി അതിൽ ഈ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് റാഗിംഗ് നടന്നിട്ടുണ്ട് എന്നത് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. കൃത്യമായി നമ്മളോട് ആ കുട്ടി തന്നെ പറഞ്ഞത് പ്രകാരം, റാഗിങ്ങിന് ഇരയായ കുട്ടി തന്നെ പറയുന്നത് SFIയിലെ വിദ്യാർത്ഥികളാണ്. അവർ യൂണിറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു എന്നതാണ്. ഷർട്ട് വലിച്ചു കീറുന്നു, മുട്ടിൽ കുത്തി നിർത്തുന്നു, ഒപ്പം തന്നെ മർദ്ദിക്കുന്നു. അവശനായി വീഴുമ്പോഴും മർദ്ദിക്കുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നു. വെള്ളം ചോദിക്കുമ്പോൾ മുഖത്തേക്ക് തുപ്പുന്നു. അങ്ങനെ അതിക്രൂരമായ രീതിയിലാണ് വിദ്യാർത്ഥി ഇത്തരത്തിൽ റാഗിങ്ങിന് ഇരയായത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ ആന്റി റാഗിംഗ് കമ്മിറ്റി ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു. പ്രധാനമായും ഈ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CCTV വിഷ്വലുകൾ ശേഖരിച്ചുകൊണ്ട് ഇത് കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രധാനമായും ഈ കമ്മിറ്റി അന്വേഷണം നടത്തിയിരുന്നത്. ഈ അന്വേഷണത്തിലാണ് ഈ 7 വിദ്യാർത്ഥികളും റാഗിങ്ങിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഒരു റിപ്പോർട്ട് പ്രിൻസിപ്പലിന് നൽകുകയും ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ഈ റിപ്പോർട്ട് ഇപ്പോൾ കഴക്കൂട്ടം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 7 വിദ്യാർത്ഥികൾക്കുമെതിരെ നടപടി എടുത്തിരിക്കുന്നത് എന്നതാണ്. നിലവിൽ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇതേ രീതിയിലുള്ള സമാനമായ റാഗിംഗ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ തന്നെയും കാര്യവട്ടം കോളേജ് പരിശോധിക്കുന്നുണ്ട് എന്നതാണ്. ഈ 1ാം വർഷ വിദ്യാർത്ഥി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ നടപടി ഉണ്ടായിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ സുഹൃത്തിനും ഒരു പരാതി ഉണ്ടായിരുന്നു എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നിരവധി പേർ ഈ റാഗിങ്ങിന് ഇരയായവരുണ്ടോ എന്നത് തന്നെയാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെയുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്നത് തന്നെയാണ് കോളേജുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ പ്രിൻസിപ്പൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം പോലീസ് റാഗിങ്ങിന് ഈ 7 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ കേസുമായി മുന്നോട്ട് എന്നുള്ളതാണ് ഇതിലേക്കുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത്. നടപടികൾ എത്രയും വേഗം ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം സുനിഷ, ഇത്തരമുള്ള ഓരോ സംഭവത്തിലും. എന്നാലെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാൻ മാത്രം